ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അനുസരിച്ച് നമ്മുടെ കുട്ടികൾ, അതായത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഒരു സാമൂഹ്യ ജീവിയായി മാറുന്നുണ്ടോ? നമ്മുടെ സ്കൂൾ പാഠ്യപദ്ധതിയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നാഷണൽ സർവീസ് സ്കീം അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ്. പക്ഷെ അത് ലിമിറ്റഡ് ആണ്. കാരണം നമുക്ക് ആകെ ഒരു വർഷത്തില് ഒരു 7 ദിവസത്തെ സപ്തദിന ക്യാമ്പാണ് ഒരുമിച്ചൊരു ആക്ടിവിറ്റി ചെയ്യാൻ കിട്ടുന്നത്. 7 ദിവസം കൊണ്ട് നമുക്ക് ഒരുപാട് പരിമിതിയുണ്ട്. ഇതാണ് ഇവിടെ കണക്ട് ലീഡേഴ്സ് ആയിട്ട് വരുന്നവരെ നമ്മൾ അവരോട് നിങ്ങളുടെ പാഠപുസ്തകത്തിന് പുറത്ത്, ക്ലാസ് മുറിക്ക് അപ്പുറത്ത് നിങ്ങളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയും. നിങ്ങൾ ജീവിച്ച് മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ജീവിച്ചിരുന്നു എന്നൊരു അടയാളം എവിടെങ്കിലും ഒന്ന് അവശേഷിപ്പിക്കണം. അതിന് നിങ്ങൾ തയ്യാറുണ്ടോ? നമ്മൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരാൾ ഈ സമൂഹത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്നൊരടയാളം, എന്തെങ്കിലും തരത്തിലൊരു അടയാളം, അങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമാണ് അത് ജീവിതമാകുന്നത്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ എടുത്തു കഴിഞ്ഞാൽ സയൻസ് അല്ലാത്തതെല്ലാം താഴ്ന്ന കാര്യമാണ് എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലായിരുന്നു നമ്മുടെ കുട്ടികൾ. 10ാം ക്ലാസ്സിൽ പഠിച്ച് ഫുൾ A+ വാങ്ങിച്ച കുട്ടികൾ സയൻസ് എടുക്കുന്നു പറയും. ഒരു 2 A+ വാങ്ങിച്ച കുട്ടികൾ ചോദിച്ചാലും അഡ്മിഷൻ ഒക്കെ ചോദിക്കുമ്പോഴത്തേക്ക് സാറേ അവന് സയൻസ് വേണം, അത് ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ഉണ്ട്. അപ്പോൾ അവർക്ക് എന്തോ ഒരു വിഷമമാണ്. ഹ്യൂമാനിറ്റീസോ? അതിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത MLA ഒരു അധ്യാപകൻ എന്ന നിലയിൽ എത്രത്തോളം പുകഴ്ത്തിയാലും മതിയാവില്ല. സാറിന് ആദ്യമായി എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസും അതോടൊപ്പം തന്നെ വൈബ്രന്റ് കമ്മ്യൂണിറ്റി ആക്ഷൻ നെറ്റ്വർക്കിന്റെ സോഷ്യൽ എഞ്ചിനീയേഴ്സും ചേർന്നുകൊണ്ട് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഒരു സമഗ്രമായിട്ടുള്ള ഒരു പഠനം നമ്മൾ നടത്തി സർ. ഈ നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്നും രക്ഷിതാക്കളുടെ ഇടയിൽ നിന്നും ഉൾപ്പെടെ കളക്ട് ചെയ്ത നീഡ് അസസ്മെന്റിന്റെ ബേസിലാണ് സർ നമ്മൾ കണക്ട് ലീഡേഴ്സ് എന്ന് പറഞ്ഞൊരു പദ്ധതി നമ്മൾ ഫോം ചെയ്ത് അത് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നിവിടെ അഭിമാനപൂർവ്വം നിൽക്കാൻ സാധിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ PC വിഷ്ണുനാഥ് സാർ സംഘടിപ്പിച്ച കണക്ട് ലീഡേഴ്സിൻ്റെ ഭാഗമായിട്ടാണ്. സാറ് ഈ പദ്ധതിക്ക് പേര് കൊടുത്തതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ ലീഡേഴ്സും ഇന്ന് കണക്റ്റഡ് ആണ്. പരസ്പരം ഞങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുന്ന ക്ലാസ്സുകൾ ഞങ്ങൾ പരസ്പരം കണക്റ്റഡ് ആണ്. ആ ക്ലാസ്സുകൾ ഞങ്ങളുടെ സ്വന്തം ക്ലാസ്സുകളിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അത്തരത്തിൽ ഞങ്ങളൊരു കണക്ഷൻ എല്ലാ വിദ്യാർത്ഥികളിലേക്കും എത്തിപ്പിക്കുന്നു. 3 ആപ്പിളാണ് നമ്മുടെ ജീവിതം, നമ്മുടെ ലോകത്തെ കീഴ്മേൽ മറിച്ചതല്ലേ. ആദ്യത്തെ ആഡം ആപ്പിളാണല്ലേ. ആദ്യത്തെ ആപ്പിള് ആഡം കഴിച്ചപ്പോഴാണ് ചവിട്ടിയത്. രണ്ടാമത്തെ ആപ്പിൾ ഏതാ? ന്യൂട്ടന്റെ തലയിൽ വീണ ആപ്പിൾ അല്ലേ. അത് സയൻസിനെ തന്നെ മറിച്ചു. 3ാമത്തെ ആപ്പിൾ ഏതാ? സ്റ്റീവ് ജോബ്സിന്റെ ആപ്പിള്. പുള്ളി എന്ത് ചെയ്തു? നമ്മുടെ മൊബൈൽ ടെക്നോളജി അല്ലെങ്കിൽ ടെക് വേൾഡിനെ തന്നെ കീഴ്മേൽ മറിച്ച ചില കണ്ടുപിടുത്തങ്ങൾ. അദ്ദേഹം പക്ഷെ പഠിച്ചതൊന്നും ഈ എഞ്ചിനീയറിംഗ് ഒന്നുമല്ല. അദ്ദേഹം പഠിച്ചത് എന്താ? കാലിഗ്രാഫി, എഴുത്ത് നന്നായിട്ട് കൈയെഴുത്താണ് അദ്ദേഹം പഠിച്ചത്. പക്ഷേ അയാളുടെ മനസ്സിൽ ഈ പറഞ്ഞ വിഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം മക്കിൻടോഷ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ, ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം ഈ ടെക് വേൾഡിലേക്ക് വരുന്നത്. അത് വല്ലാതെ ഹിറ്റായി. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ബൂമുണ്ടായി. കമ്പനി വല്ലാതെ ലാഭം നേടി, വല്ലാത്തൊരു സിറ്റുവേഷനിലായി. ഹി വാസ് എക്സ്പെൽഡ് ഫ്രം ദാറ്റ് കമ്പനി. ഒരു പ്രത്യേക അവസരത്തിൽ ഇദ്ദേഹത്തെ കമ്പനി പുറത്താക്കും. കാരണം ഇദ്ദേഹം എന്തോ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ പറഞ്ഞു. പക്ഷേ ഡയറക്ടർ ബോർഡ് നോട്ട് ആക്സെപ്റ്റഡ് ദാറ്റ് ഹിസ്. താൻ ബിൽഡപ്പ് ചെയ്ത കമ്പനിയിൽ നിന്ന് താൻ പുറത്തായി കഴിഞ്ഞാലുള്ള ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? അയാൾ തീയിൽ കുരുത്തതാണ്. അല്ലാതെ ഈ വെയിലത്തൊക്കെ വാടിപ്പോവോ? ഇല്ല. വീണ്ടും കൂടുതൽ പ്രോഡക്റ്റ്, ഏറ്റവും മികച്ച പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അദ്ദേഹം അതിൽ വിജയിക്കുകയും ചെയ്തു. കമ്പനി ഡയറക്ടർ ബോർഡ് അത് തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹത്തെ തിരിച്ചു വീണ്ടും കൊണ്ടുവരികയാണ് ചെയ്തത്. വീണ്ടും ആപ്പിളിനെ അദ്ദേഹം ബിൽഡപ്പ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ബിലീവ് ഇൻ സംതിങ്, ഇവൻച്വലി യു വിൽ അറ്റൈൻ യുവർ ഗോൾ. കണക്ട് ലീഡർ എന്നുള്ള ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പല സ്കിൽ സെറ്റുകളും നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും. പല പ്രോഗ്രാമുകളും ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. പല കോൺഫിഡൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിറ്ററസി, നിങ്ങളെ സ്കിൽസ് എങ്ങനെയാണ്, സോഷ്യൽ ഒരു നല്ല സോഷ്യൽ ബീങ് ആവാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, പല രീതിയിലുള്ള പ്രോഗ്രാമുകളും നിങ്ങൾക്ക് ഈ കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് ഒരു 5-6 സെഷനായിട്ട് നിങ്ങൾക്ക് നടത്തിയിട്ടുണ്ട്. ഇവിടുന്ന് പാഷൻ എന്താണ്, നിങ്ങളെ ഏത് സ്കിൽ സെറ്റാണ് എനിക്ക് കൂടുതൽ ഏത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക, ആ പാഷനെ ഫോളോ ചെയ്യുക.